വൈകിട്ട് മലനട ക്ഷേത്രത്തിൽ വന്നതാണ് കേട്ടോ. ഒറ്റയ്ക്കാണ് വന്നത്, തൊഴുതിറങ്ങി. അപ്പോൾ അടുത്ത ബസ് കാത്ത് നിൽക്കുവാണ് കേട്ടോ ഞാനിവിടെ. അപ്പം ചേച്ചിയെ ഒരു ടൂ വീലറൊക്കെ വാങ്ങിക്കേ എന്നും പറഞ്ഞുള്ള മെസ്സേജുകൾ ഞാൻ കാണാറുണ്ട് മക്കളെ. പക്ഷേ ഇപ്പം ചേച്ചിയുടെ ഈ ചിക്കിളി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ടൂ വീലറിനെ കുറിച്ച് ഇപ്പം ഞാൻ തൽക്കാലം ചിന്തിക്കാതിരിക്കുന്നത്. ലൈസൻസ് എടുത്തിട്ട് 2 വർഷമായി കേട്ടോ. ഇതുവരെയും ടൂ വീലർ വാങ്ങിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നേരെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. വന്നപ്പോഴാണ് രാവിലത്തേക്ക് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ച് അരി അരയ്ക്കാൻ മില്ലിൽ കൊണ്ടുവച്ചിട്ട് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ അത് വന്ന് എടുത്തു കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അമേരിക്കയിൽ നിന്ന് എനിക്കൊരു കോള് വന്ന കഥ. അപ്പോൾ ഒരുപാട് നേരം ഞാനും അമ്മാമ്മയോട് സംസാരിച്ചു. അമ്മാമ്മയുടെ വീട് കോട്ടയത്താണ് കേട്ടോ. ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം. അമേരിക്കയിലുള്ളവർ വരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ അമ്പലത്തിൽ പോയ വഴിക്ക് അവിടെ ഒരു സന്ധ്യ സമയത്ത് ഒരു ചേച്ചി ലോട്ടറി കച്ചവടമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കണ്ടപ്പോൾ എനിക്കങ്ങ് പാവം തോന്നി. അങ്ങനെ ഒരു ലോട്ടറി എടുത്തതാണ്. ലോട്ടറി ഞാൻ അങ്ങനെ എടുക്കാറില്ല, കാരണം ലോട്ടറി ഒന്നും അടിക്കണമെന്നും എനിക്ക് വല്ല ആഗ്രഹമൊന്നുമില്ല. കാരണം എപ്പോഴും നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം, അതിനാണ് വില. അതുമാത്രമേ നിലനിൽക്കത്തുള്ളൂ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജനലിന് കതകൊന്നുമില്ല, പകരം നമ്മൾ ബാമ്പൂ കർട്ടനാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ആ കർട്ടൻ ഇപ്പം ഇത്രയേ താഴത്തുള്ളൂ, ഇങ്ങനെ പൊങ്ങിയിരിക്കുവാണ് കേട്ടോ. ഇല്ല പണ്ടത്തെ പെണ്ണുങ്ങളെ പാവാട ചുരുങ്ങിയിരിക്കുന്നതിൻ്റെ കൂട്ട് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുവാണ്. എന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇപ്പം വരാറുണ്ട്. കാരണം എന്നെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. ആരെങ്കിലുമൊക്കെ വന്നാൽ അവർക്ക് നല്ല ഗ്ലാസ്സോ പ്ലേറ്റിലൊന്നും ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഗ്ലാസ്സോ പ്ലേറ്റൊന്നും എൻ്റെ വീട്ടിലില്ല കേട്ടോ. അതുകൊണ്ട് ഞാനന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ഡിന്നർ സെറ്റ് ഓർഡർ ചെയ്ത് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടത്. നല്ല നല്ല ക്വാളിറ്റിയുള്ള ഡിന്നർ സെറ്റാണ്. അധികം പൈസയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇപ്പുറത്ത് കൊടുത്തിരിക്കാം. വേണ്ടുന്നവർ ആ ലിങ്കിൽ കയറി വാങ്ങിക്കണം. കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ